ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ബജാജിൻ്റെ വണ്ടീനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ആപ്പേൻ്റെ ക്ലച്ച് പെട്ടെന്ന് തീരാറുണ്ട്. പക്ഷേ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പേൻ്റെ ക്ലച്ച് നല്ല ലൈഫ് കിട്ടും. ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും ക്ലച്ച് തീരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലരും ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ആപ്പേ എടുക്കുന്ന ഒരാൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ എന്താണ് ആ കാര്യം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് എനിക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത്. അതെന്തായാലും കുറച്ച് പേര് അംഗീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് അത്യാവശ്യം ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ആ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂവും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ കൂടി വരുമ്പം യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് എന്താ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വിജയിക്കാൻ കഴിയുള്ളൂ, നല്ല നല്ല വീഡിയോകൾ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്ലച്ചിൽ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലച്ച് കത്തിത്തീരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാണ്ട് വരുന്നൊരു കാര്യം. ഈ ക്ലച്ചിൻ്റെ ഈ ഒരു ലിവറിനെ നമ്മൾ കുറച്ച് പ്ലേ ഇടണം. പക്ഷേ നമ്മൾ ക്ലച്ചിൻ്റെ പണിയെടുത്ത് കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരിക കുറച്ച് പ്ലേ ഉണ്ടാവും. എങ്കിലും വണ്ടി കുറച്ച് ഓടിക്കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടൈറ്റ് ആവും. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പം ക്ലച്ച് നല്ലോണം കൂടി നിൽക്കും. അത് ഓട്ടോമാറ്റിക്ക് ക്ലച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ക്ലച്ച് പെട്ടെന്ന് തീരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ക്ലച്ചിന് പ്ലേ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇത്രയൊരു പ്ലേ ഇവിടെ ഉണ്ട്. ഇത് മതി. ഈ ഒരു കണ്ടീഷനിൽ ക്ലച്ചിന് പ്ലേ വേണം. ഇത് ഓവറായിട്ട് നമ്മൾ പ്ലേ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഗിയർ ടൈറ്റ് വരും, ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോ, ഒരു ഇത്രയ്ക്കും പ്ലേ നമ്മളെ ക്ലച്ചിന് എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത്രയും പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് മാത്രമേ ക്ലച്ച് എൻഗേജ് ആവുന്നുള്ളൂ. അല്ലാതെ ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ടൈറ്റായി നിൽക്കുകയാണെങ്കിൽ നമ്മളെ ക്ലച്ച് ഓട്ടോമാറ്റിക് അവിടെ ചെറിയ രീതിയിൽ എൻഗേജ് ആണ് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയലുണ്ടാവില്ല. അപ്പോൾ അതും ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ കേബിൾ. ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ അത്യാവശ്യം ലൂസാണ്. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം ലൂസായിട്ടാണുള്ളത്. ഇത് ഇനിയും ലൂസായി കഴിഞ്ഞാൽ നമുക്കവിടെ പ്ലേ കൂടും. പക്ഷേ ഓവറായിട്ട് നമ്മൾ ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ ഗിയർ ടൈറ്റ് ആവും, നമുക്ക് ഗിയർ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കണക്കിന് ഞാൻ ആ കാണിച്ചു തന്ന പോലെ ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ നല്ലോണം ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം ഗിയർ നല്ല സ്മൂത്താവും. പക്ഷേ നമ്മുടെ ക്ലച്ച് പെട്ടെന്ന് തീരും. ഇപ്പോൾ ഞാനിത് ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടാണുള്ളത്. ഇനി അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇത് കണ്ടില്ലേ, ഇപ്പം ഈ ക്ലച്ച് ഫുള്ളായിട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്ലച്ച് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കയറി വരും. അപ്പോൾ നമ്മളിത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ക്ലച്ച് പെട്ടെന്ന് തീരും. ഇനി ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് ഇതൊന്ന് ലൂസാക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ലൂസാക്കുക. ഓക്കെ, ഇപ്പം ഏതാണ്ട് കറക്റ്റായിട്ട് അവിടെ നമുക്ക് ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലേ കിട്ടിയിട്ടുണ്ടാകും. ഇനി ഒരു പക്ഷേ ഈ ഒരു കേബിൾ അല്ല ഉള്ളെങ്കിലും ഈ ഗുപ്പയിട്ട് വലിച്ച് കെട്ടുന്ന കേബിളായാലും അത് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അപ്പുറത്ത് പോയിട്ട് കറക്റ്റ് അല്ലേ നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ പഴയ ലെവലിലേക്ക് തന്നെ ക്ലച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലേ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ക്ലച്ചിന് ലൈഫ് കൂടുതൽ കിട്ടും. ഇത് ആദ്യമായിട്ടൊന്നും വണ്ടിയിലേക്ക് വരുന്നവർ ചിലപ്പം തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമായിരിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്ലച്ചിന് കുറച്ചുകൂടി ലൈഫ് എന്തായാലും കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറായി നിൽക്കുകയാണെങ്കിൽ ക്ലച്ച് പെട്ടെന്ന് തീർന്നു പോകും, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.